നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത ഒരു വ്യക്തിയുടെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ആണ്. യാതൊരുവിധ ട്രാൻസ്പ്ലാന്റേഷനും ഇല്ലാതെ അദ്ദേഹത്തിന് വന്ന മാറ്റം ആണിത്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഞങ്ങൾ ചെയ്ത പ്രൊസീജിയറിൻ്റെ പേര് സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ എക്സോസോംസും കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഡേ വന്നപ്പോഴുള്ള ഫോട്ടോ നിങ്ങൾ കണ്ടു, ഇതാ കണ്ടോളൂ. ഇതാണ് ഇപ്പോൾ കാണുന്നതാണ് ഫസ്റ്റ് ഡേ വന്നപ്പോൾ. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോസ് എനിക്ക് റെഗുലർ ഇൻ്റർവെൽസിൽ അയച്ചു തരണമെന്ന്. അങ്ങനെ ഫസ്റ്റ് സിറ്റിംഗ് എടുത്തു, സെക്കൻഡ് സിറ്റിംഗ് എടുത്തു. ബൂസ്റ്ററിൻ്റെ ടൈം ആവാറായപ്പോൾ പിന്നെ 30th ഡേ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞ് 45 ഡേയ്സ് ആയപ്പോൾ ബൂസ്റ്ററിന് വരുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹം എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. ഇതാണ് 45th ഡേയിലുള്ള ഫോട്ടോ. പിന്നെ ബൂസ്റ്ററും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഏകദേശം നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ അപ്പോൾ തന്നെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. 75 ഡേയ്സ് ആയപ്പോൾ അദ്ദേഹം എനിക്കൊരു അപ്ഡേഷൻ തന്നു. അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് 75th ഡേയിലുള്ള ഫോട്ടോ. അങ്ങനെ പോയി അത് ഒരു വർഷം അദ്ദേഹം പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ അപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ട്രീറ്റ്മെൻറ്റ് 75 ഡേയ്സിൽ കഴിഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 1000 രൂപേൻ്റെ ഒരു മെയിൻ്റനൻസ് ബൂസ്റ്റർ 6 മാസം കൂടുമ്പോൾ വന്ന് എടുക്കാറുണ്ട്. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴുള്ള ഫോട്ടോ ഞാൻ കാണിച്ചിട്ട്, ഇതാണ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴുള്ള ഫോട്ടോ. അത് കഴിഞ്ഞ് 3 വർഷമായി. ഇപ്പോൾ 3ാമത്തെ വർഷം ഈ പ്രസൻറ്റ് സിനാരിയോയിൽ ഉള്ള ഫോട്ടോ ഇതാണ്. ഇത് വെറും 17,500 രൂപയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയ മാറ്റമാണ്. സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ്. ആർക്ക് വേണമെങ്കിലും ഇത് മീൻസ് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ നമ്പറും കാര്യങ്ങളും നമുക്ക് തരാവുന്നതിന് ഒരു മടിയുമില്ല. അദ്ദേഹത്തിൻ്റെ സമയത്തിനനുസരിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അദ്ദേഹത്തോട് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.